ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു BiteNBetter. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാസ്, ഹാവ്, ഹാഡ് എന്നീ 3 വാക്കുകളെ കുറിച്ചാണ്. പണ്ട് മുതലേ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള 3 വേർഡ്സ് ആണ് ഹാസ്, ഹാവ്, ഹാഡ്. എന്നാൽ ഡെയിലി ലൈഫിൽ ഈ വാക്കുകൾ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാസ്, ഹാവ്, ഹാഡ് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ ഹാസ്, ഹാവ്, ഹാഡ് നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മുൻപ് സിംഗുലർ സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൽ ഒരു വ്യക്തിയോ ഒരു സാധനമോ ഉണ്ടായിരിക്കുകയുള്ളൂ. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളോ സാധനമോ ഉണ്ടായിരിക്കും. ഈ സിംഗുലർ പ്ലൂറൽ സബ്ജക്റ്റിനെ അനുസരിച്ചാണ് ഹാസ്, ഹാവ് നമ്മൾ എഴുതുന്നത്. മുൻപ് ഈസ്, ആം, ആർ പറഞ്ഞപ്പോഴും വാസ് ആൻഡ് വേർ പറഞ്ഞപ്പോഴും സെയിം കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംശയമുള്ളവർ മുന്നത്തെ വീഡിയോ ഒന്ന് റെഫർ ചെയ്യാം. സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ നമ്മൾ ഹാവുമാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാം. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ ഹാവുമാണ് ഉപയോഗിക്കുന്നത്. ഐ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വേറിട്ട് നിൽക്കും. ഐ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഉള്ളെങ്കിൽ പോലും ഐൻ്റെ കൂടെ നമ്മൾ പ്ലൂറലായ ഹാവാണ് യൂസ് ചെയ്യുന്നത്. ഐൻ്റെ കൂടെ നമ്മൾ ഹാവാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹാഡിൻ്റെ കാര്യം ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഹാഡിന് അങ്ങനെ സിംഗുലർ സബ്ജക്റ്റെന്നോ പ്ലൂറൽ സബ്ജക്റ്റെന്നോ ഒന്നുമില്ല. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. ഇനി ഹാസ്, ഹാവ്, ഹാഡ് നമുക്ക് എവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുക നോക്കാം. പ്രധാനമായും പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ്, അതായത് നമ്മുടെ കൈവശമുള്ളൊരു കാര്യം പറയാനാണ് നമ്മൾ ഹാസ് ആൻഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ എൻ്റെ ബാഗിൽ ഒരു പേനയുണ്ട്, എൻ്റെ ബാഗിൽ ഒരു പേനയുണ്ട്. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറയും? ഐ ഹാവ് എ പെൻ ഇൻ മൈ ബാഗ്. ഐ ഹാവ് എ പെൻ ഇൻ മൈ ബാഗ്. ഷീ ഹാസ് എ ഡോഗ്. അവൾക്ക് ഒരു പട്ടിയുണ്ട്. ഷീ ഹാസ് എ ഡോഗ്. ദേ ഹാവ് എ കാർ. അവർക്കൊരു കാറുണ്ട്. ദേ ഹാവ് എ കാർ. രാഹുൽ ഹാസ് എ ഷോപ്പ്. രാഹുലിന് ഒരു ഷോപ്പുണ്ട്. രാഹുൽ ഹാസ് എ ഷോപ്പ്. ഇവിടെയെല്ലാം അവരുടെ കൈവശമുള്ള അല്ലെങ്കിൽ ഓണർഷിപ്പിലുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിലുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ചത്. പ്രസൻറ്റ് ഫോമിലുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാനിവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ചത്. കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ ഉണ്ട് എന്ന അർത്ഥത്തിലാണ് ഹാസ് ആൻഡ് ഹാവ് ഉപയോഗിച്ചത്. മുന്നത്തെ എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് എ പെൻ ഇൻ മൈ ബാഗ്. എൻ്റെ ബാഗിൽ ഒരു പേനയുണ്ട്. ദേ ഹാവ് എ കാർ. അവർക്കൊരു കാറുണ്ട്. ഇത് പ്രസൻറ്റ് ടെൻസിലാണ്. ഒപ്പം തന്നെ ഈ സെൻറ്റൻസുകളുടെയൊക്കെ അർത്ഥം എന്താണ്? ഉണ്ട് എന്ന രീതിയിൽ അല്ലേ? അവർക്ക് കാറുണ്ട്, അവർക്ക് പെന്നുണ്ട്, അവർക്ക് ഡോഗുണ്ട് എന്ന രീതിയിലാണ് ഞാൻ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ചത്. ഹാസും ഹാവും പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹാഡ് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഹാസ് ആൻഡ് ഹാവ് ഉണ്ട് എന്ന അർത്ഥത്തിലാണെങ്കിൽ ഹാഡ് ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്യുക. അവനൊരു പഴയ റേഡിയോ ഉണ്ടായിരുന്നു. അവന് ഒരു പഴയ റേഡിയോ ഉണ്ടായിരുന്നു. ഹി ഹാഡ് ആൻ ഓൾഡ് റേഡിയോ. ഹി ഹാഡ് ആൻ ഓൾഡ് റേഡിയോ. ഇവിടെ ഹാഡ് ഉപയോഗിച്ചത് ഉണ്ടായിരുന്നു എന്നർത്ഥത്തിലാണ്. എന്നാൽ ഉണ്ട് എന്നർത്ഥത്തിലാണെങ്കിലോ, അവനൊരു പഴയ റേഡിയോ ഉണ്ട് എന്നർത്ഥത്തിലാണെങ്കിൽ നമ്മളിവിടെ ഹാഡിന് പകരം ഹാസ് ഉപയോഗിക്കും. ഹി ഹാസ് ആൻ ഓൾഡ് റേഡിയോ. അവന് എന്നതിന് പകരം അവർ എന്നായിരുന്നു എന്ന് വിചാരിക്കാം. ദേ. അപ്പോൾ നമ്മൾ ഹാസിന് പകരം ഹാവ് ഉപയോഗിക്കും. ദേ ഹാവ് ആൻ ഓൾഡ് റേഡിയോ. അവർക്ക് ഒരു പഴയ റേഡിയോ ഉണ്ട്. വി ഹാഡ് എ പപ്പി ഇൻ ദ ഹൗസ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. വി ഹാഡ് എ പപ്പി ഇൻ ദ ഹൗസ്.
ഐ ഹാഡ് ആൻ ഓൾഡ് കാർ. ഐ ഹാഡ് ആൻ ഓൾഡ് കാർ. എനിക്കൊരു പഴയ കാർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നുകൂടി പറയാണ്, ഹാസ് ആൻഡ് ഹാവ് പ്രസൻറ്റ് ടെൻസിൽ ഉണ്ട് എന്ന അർത്ഥത്തിലും ഹാഡ് പാസ്റ്റ് ടെൻസിൽ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് പറയാറുണ്ട് അല്ലേ? അതായത് എനിക്കൊരു സഹോദരിയുണ്ട്, എനിക്കൊരു മകനുണ്ട്, എനിക്കൊരു മകളുണ്ട്. ഈ സാഹചര്യത്തിലും നമുക്ക് ഹാസ് ഹാവ് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഐ ഹാവ് എ സൺ. എനിക്കൊരു മകനുണ്ട്. ഐ ഹാവ് എ സൺ. ദേ ഹാവ് എ സിസ്റ്റർ. അവർക്കൊരു സഹോദരിയുണ്ട്. ദേ ഹാവ് എ സിസ്റ്റർ. ഷീ ഹാസ് എ ബ്രദർ. അവൾക്ക് ഒരു സഹോദരനുണ്ട്. ഷീ ഹാസ് എ ബ്രദർ. ഇനി ഉണ്ടായിരുന്നു എന്നാണെങ്കിലോ? ഷീ ഹാഡ് എ ബ്രദർ. അവൾക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ ബ്രദർ. അപ്പോൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങൾ കാണിക്കാനും നമുക്ക് ഹാസ് ഹാവ് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് ഐ ആം ഈറ്റിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ആം ഈറ്റിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഈറ്റിങ്ങിന് പകരവും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഹാവ് ഉപയോഗിക്കാം. ഈറ്റ് ഇവിടെ കഴിക്കുക എന്ന അർത്ഥത്തിലാണല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതിന് പകരം നമുക്ക് ഹാവ് ഉപയോഗിക്കാം. ഐ ആം ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇവിടെ ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ ഹാവിൻ്റെ കൂടെ ING ഫോം യൂസ് ചെയ്തത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ കഴിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ കഴിച്ചു. അതെങ്ങനെ നമുക്ക് പറയും? ഐ ഹാഡ് ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാഡ് ദോശ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ ലഞ്ച് കഴിച്ചോ? നിങ്ങൾ ലഞ്ച് കഴിച്ചോ? അത് നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈറ്റിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഹാവ് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഐ എം റിയലി ഹംഗ്രി, ലെറ്റ്സ് ഈറ്റ് സംതിങ്. ഈ ഈറ്റിന് പകരം ഞാൻ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഐ എം റിയലി ഹംഗ്രി, ലെറ്റ്സ് ഹാവ് സംതിങ്. ഇത് കൂടാതെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാനും നമ്മൾ ഈ വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് മൈ കിഡ്സ് ഹാവ് കേർലി ഹെയർ. മൈ കിഡ്സ് ഹാവ് കേർലി ഹെയർ. എൻ്റെ കുട്ടികൾക്ക് ചുരുണ്ട മുടിയുണ്ട്. ഷീ ഹാഡ് ലോങ് ഹെയർ. ഷീ ഹാഡ് എ ലോങ് ഹെയർ. അവൾക്ക് നീണ്ട മുടി ഉണ്ടായിരുന്നു. ആൻ എലഫന്റ് ഹാസ് എ ലോങ് ട്രങ്ക്. ആനയ്ക്ക് നീളമുള്ള തുമ്പിക്കൈയുണ്ട്. ആൻ എലഫന്റ് ഹാസ് എ ലോങ് ട്രങ്ക്. ദിസ് ബേർഡ് ഹാസ് എ ബ്ലൂ വിങ്. ദിസ് ബേർഡ് ഹാസ് ബ്ലൂ വിങ്സ്. ഈ പക്ഷിക്ക് നീല ചിറകുകളുണ്ട്. ദിസ് ബേർഡ് ഹാസ് ബ്ലൂ വിങ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹാസ് ഹാവ് ഹാഡിനെ കുറിച്ചാണ്. പ്രസൻറ്റ് ടെൻസിൽ ഉണ്ട് എന്നർത്ഥത്തിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുന്നു. പാസ്റ്റ് ടെൻസിൽ ഉണ്ടായിരുന്നു എന്നർത്ഥത്തിലാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നത്. കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ ഹാവും ഉപയോഗിക്കും. എന്നാൽ ഐ സിംഗുലർ ഫോമിലാണ് നിൽക്കുന്നതെങ്കിലും ഐൻ്റെ കൂടെ ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഹാഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.